ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആക്ച്വലി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. എന്നാലും ഇപ്പോൾ സമയം ഒരു 4 മണി, വെളുപ്പിന് 4 മണി. യൂഷ്വലി ഞാൻ ഈ ഒരു ടൈമിൽ എണീക്കാറില്ല. ഞാൻ ഭയങ്കര മടിയാണ് രാവിലെ എഴുന്നേൽക്കുന്ന കാര്യത്തിൽ. അതേസമയത്ത് രാത്രി എത്ര വേണോ ലേറ്റായിട്ട് കിടന്നുറങ്ങാൻ ഞാൻ റെഡിയാണ്. അപ്പം രാവിലെ എഴുന്നേറ്റു, അതായത് 4 മണിക്ക് എഴുന്നേറ്റു. പക്ഷേ ഇനി അങ്ങോട്ട് എന്താണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. തിരിച്ചുറങ്ങാനൊരു ഉറക്കവും വരുന്നില്ല, എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ. അപ്പം എല്ലാം ഭയങ്കര സൈലൻറ്റ്, എല്ലാവരും ഉറങ്ങുമല്ലേ, അപ്പോൾ ഭയങ്കര സൈലൻറ്റ്. എനിക്ക് ചെറിയ പേടിയുടെ ഒക്കെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പം വർക്ക് ചെയ്യുകയും വേണം. അപ്പോൾ നല്ലൊരു രീതിയിൽ അത് പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും, അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ഒരു വീഡിയോ പോലെ ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് തോന്നി. അപ്പോൾ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ഞാനൊരു ടോപ്പ് കഴിഞ്ഞ ദിവസം സ്റ്റിച്ച് ചെയ്തേ. ഇതിന് സൂട്ടാകുന്ന പാൻറ്റ് എനിക്കില്ല. ആക്ച്വലി എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് വളരെ കുറവാണ്. ഭയങ്കര റയറായിട്ടാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് അങ്ങനെയുള്ള തയ്യൽക്കാരും ഉണ്ട് കേട്ടോ. കുറഞ്ഞ പക്ഷേ വീട്ടിലിരുന്ന് തയ്ക്കുന്നവരെങ്കിലും അങ്ങനെയാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എണ്ണി ചുട്ടപ്പം പോലെ ഒരു 2-3 ഡ്രസ്സ് നല്ലത് കാണും. പെട്ടെന്നൊന്ന് പുറത്ത് പോകുമ്പോൾ ഇടാനായിട്ട് അത്രേ കാണുള്ളൂ. അല്ലാതെ ഒരു ഫംഗ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ നല്ല ഗ്രാൻഡായിട്ടുള്ള സാധനമൊക്കെ വളരെ കുറവായിരിക്കും, കാണത്തേയില്ല. എനിക്കൊന്നും അതില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഇനി വേണം അതൊക്കെ ഒന്ന് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആട്ടെ എന്നും പറഞ്ഞ് നീക്കി സത്യം പറഞ്ഞാൽ തയ്ക്കാൻ ഞാൻ പഠിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഡ്രസ്സുകൾ തയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ തയ്യൽ പഠിച്ചത്. പക്ഷേ ഇപ്പോൾ ഞാൻ നാട്ടുകാർക്കും എല്ലാവർക്കും ഒക്കെ തയ്ച്ചു കൊടുക്കും. പക്ഷേ ഇപ്പോൾ എനിക്ക് ഡ്രസ്സില്ല, അതാണ് സത്യം. എനിക്ക് ഡ്രസ്സില്ല. അപ്പം നമ്മൾ റെഡിമെയ്ഡ് എടുക്കാം, ലാസ്റ്റ് മിനിറ്റിലായിരിക്കും. ഇപ്പോൾ ഓണം വന്നു തലേ ദിവസം റെഡിമെയ്ഡ് എടുക്കാൻ പോകും, ക്രിസ്മസ് വന്നു തലേ ദിവസം റെഡിമെയ്ഡ് എടുക്കാൻ പോകും. എനിക്കായിട്ട് ഞാൻ തയ്ക്കുന്നത് വളരെ കുറവാണ്. പിള്ളേർക്കൊക്കെ തയ്ക്കും, പറഞ്ഞ പോലെ കസ്റ്റമേഴ്സിനൊക്കെ തയ്ക്കും. പിന്നെ എൻ്റെ അനിയത്തിയൊക്കെ എന്നോട് നല്ല യുദ്ധം നടത്തും. ചിലപ്പോൾ ഇങ്ങനെ വന്നിരിക്കും, കുത്തിയിരിക്കും തയ്ച്ചു തരാൻ പറഞ്ഞോട്ട്. അപ്പം അതൊക്കെയാണ്. അപ്പം ഞാൻ അങ്ങനെ ഒരെണ്ണം എനിക്ക് വേണ്ടിയിട്ട് തയ്ച്ചു, ഒരു ടോപ്പ്, ഒരു സ്ലിറ്റ് ടോപ്പ്. അപ്പോൾ എനിക്കതിന് മാച്ചിങ് പാൻറ്റില്ല. ഞാൻ ഓർത്തു കയ്യിലൊരു മെറ്റീരിയൽ. ഇതൊക്കെ 4 വർഷം മുന്നേ ഞാനിങ്ങനെ ഓൺലൈൻ ജയ്പൂരിൽ നിന്ന് പർച്ചേസ് ചെയ്തപ്പോൾ റണ്ണിങ് മെറ്റീരിയൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ മീറ്ററിന് മുറിച്ച് തരാൻ പറയും. അപ്പം സാമ്പിൾ പോലെ. അപ്പോൾ അവർ എനിക്ക് തന്നതാണ്. കണ്ട, അവർ സാമ്പിൾ തരികയെന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യമാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ചില പീസ് 3 മീറ്ററൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അവർ 1.5 മുറിച്ച് തരും. അതൊക്കെ ഇതിൻ്റെ ഒരു ഇടയിലുള്ള പറ്റിക്കലാണ്. പക്ഷെ നമ്മൾ ബൾക്കായിട്ട് മേടിക്കുമ്പോൾ എന്തായാലും അതിനകത്ത് കുറച്ച് പീസ്, ഒരു സെക്ഷൻ, ഒരു 20 മീറ്ററിനകത്ത് ഒരു ഇത്ര % ഒരു ഡാമേജ് നമ്മൾ പ്രതീക്ഷിക്കണം ഇതിൻ്റെ ഉള്ളിൽ. കാരണം നമുക്കിത് എപ്പോഴും ഇങ്ങനെ 20 മീറ്ററോളം എങ്ങനെയും നമുക്ക് തുറന്ന് ചെക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഡാമേജൊക്കെ കയറി വരും. അപ്പം സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ കോട്ടൺ പ്ലെയിൻ മെറ്റീരിയൽ നോക്കിയപ്പോൾ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്ത. പക്ഷേ ഞാൻ ഇതുവരെ തയ്ച്ചില്ല, അത്രയ്ക്ക് മടിച്ചു ഞാൻ. എനിവേയ്സ്, ഇത് വെച്ചാണ് നമ്മളിന്ന് തയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഇത് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഫ്ലോയി ആയിട്ട് കിടക്കത്തില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പലാസോ സ്റ്റിച്ച് ചെയ്യുന്നില്ല. എനിക്ക് പലാസയാണ് ഇഷ്ടം ഇടാനായിട്ട്. പക്ഷേ ഞാൻ ഓർത്തു മെറ്റീരിയൽ അങ്ങനത്തെ അല്ലാത്തതുകൊണ്ട് നോർമൽ സ്ട്രെയിറ്റ് പാൻറ്റ് തയ്ക്കാമെന്ന്. അപ്പോൾ അതാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് അറിയാവുന്ന ചെറിയ ടിപ്പുകളോ എന്തെങ്കിലുമൊക്കെ എൻ്റെ ആ ടൈമിൽ വരുന്ന ഓർമ്മയിലനുസരിച്ച് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. ഞാൻ പുതിയൊരു മൈക്ക് മേടിച്ചു. മൈക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്ത് പറയണം. അപ്പോൾ ശരി. ഞാൻ പൊതുവേ എന്ത് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താലും ഏറ്റവും ആദ്യമേ അയൺ ചെയ്യും. അയണിങ്ങോ പ്രസ്സിങ്ങോ എന്ത് വേണേലും പറയാം, അയൺ ചെയ്യും. എന്നാൽ മാത്രമേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. പലരും ചോദിക്കാറുണ്ട് നല്ല ഫിനിഷിങ് ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ പ്രസ്സിങ്ങാണ്. പ്രസ്സിങ്ങോ അയണിങ് എന്നൊക്കെ പറയുന്ന സംഭവമാണ്. അപ്പം ഏറ്റവും ആദ്യം നമുക്ക് അയൺ ചെയ്ത് തുടങ്ങാം. അതുപോലെ തന്നെ എന്താണ് ഇത്ര താമസം തയ്ച്ച് തീരാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ അതും ഇതുകൊണ്ടാണ്. നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ സമയമെടുക്കും. അല്ല, നിങ്ങൾക്ക് എങ്ങനെയും തയ്ച്ച് കിട്ടിയാൽ മതി അല്ലേ. തെറ്റുകൾ പറ്റില്ല എന്നല്ല, പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ മാക്സിമം നോക്കും. മുടി ഇരുന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. മുടി ഒന്ന് കയറ്റി വെക്കട്ടെ. ഞാൻ നോക്കുമായിരുന്നു വല്ല തുളയോ വല്ല ഇതൊക്കെ വന്നിട്ടുണ്ടോ എന്ന്. കാര്യം ഇത്രയും നാളായിട്ട് ഞാനിത് എടുത്തിട്ടില്ല. ഇതുണ്ടോ, ഈ തുണി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നടത്തില്ല. ഭയങ്കര ചുളിവാണ്. ഈ ഫോൾഡ് വരുന്നിടത്തെല്ലാം ഇതിൻ്റെ ഉള്ളിലെല്ലാം ചുളിവുകളാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് പ്രോപ്പറായിട്ടൊന്നും ഇത് അയൺ ചെയ്ത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ വൃത്തിക്ക് തയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിതൊന്ന് തേക്കട്ടെ, എന്നിട്ട് മടക്കിയിട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് പറഞ്ഞപ്പോഴാണ് എല്ലാവരും എന്നോട് ചോദിക്കും,
അയൺ ബോക്സിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. നല്ല അടിപൊളി അയൺ ബോക്സാണ്. അതായത് സ്റ്റീം അയൺ ബോക്സാണ് എൻ്റെ കയ്യിലുള്ളത്. ജാക്കിൻ്റെയാണ് ബ്രാൻഡ്. ഇത് വോൾട്ടേജ് വരുന്നത് 220 വോൾട്ടേജ് ടു 240 വോൾട്ടേജ് എന്നാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വളരെ വിശദപരമായ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഞാൻ ഉപയോഗിച്ചിട്ട് നല്ലതാണ്. ഇതുവരേക്കും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കറണ്ട് ചാർജ് ഒന്നും അധികം ആയിട്ടില്ല. ഫിനിഷിങ് കൂടിയിട്ടുണ്ട്. കാരണം നോർമൽ അയൺ ബോക്സ് അതായത് ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്. നമുക്ക് സാധാരണ വീട്ടിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന അയൺ ബോക്സുകൾക്ക് വെയിറ്റ് കുറവാണല്ലോ. അപ്പോൾ ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ ഒരിച്ചിരി ബുദ്ധിമുട്ട് എനിക്ക് തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷേ ഇപ്പോൾ ഗ്രാജുവലി അത് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ മേടിച്ചത് ജാക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ത്രൂ ആണ്. അവരുടെ ഡീലേഴ്സ് ഉണ്ട്, അവരുമായിട്ടാണ് ഞാൻ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ജാക്ക് തന്നെ മേടിക്കണം എന്നൊന്നുമില്ല. നല്ല റിവ്യൂ ഉള്ള ഏതെങ്കിലുമൊക്കെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ സ്റ്റീം അയൺ ബോക്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ കിട്ടും. അതിപ്പോൾ സിൽവർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല നല്ല ബ്രാൻഡുകൾ ഒത്തിരി ഉണ്ട്. ഞാനിത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കിതിൻ്റെ കാര്യം മാത്രമേ പറയാൻ അറിയത്തുള്ളൂ. ഇതിങ്ങനെ വെച്ചിട്ട് പറഞ്ഞില്ല, തിരിച്ചു വയ്ക്കാം. പിന്നില്ലേ, നിങ്ങൾക്ക് വെറുതെ നോക്കി തന്നെ മനസ്സിലാവും. എൻ്റെ സ്റ്റിച്ചിങ് റൂം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്യും. അതായത് എനിക്ക് കൺവീനിയൻ്റ് ആകുന്ന മുറയ്ക്ക് ഞാൻ അതിൻ്റെ പൊസിഷൻസ് എല്ലാം ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഇട്ട് മാറ്റും. പിന്നെ ഈ അയൺ ബോക്സ് മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് ഗ്രാവിറ്റി സ്റ്റീം അയൺ ബോക്സ് എന്നാണ് ഇതിനെ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ടാങ്ക് ഉണ്ട്, ഇവിടെ ടാങ്ക്, ഇത് ഏറ്റവും മാക്സിമം ഹൈറ്റിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാലേ നല്ല ഭംഗിയിൽ നമുക്ക് സ്റ്റീം വരത്തുള്ളൂ. അപ്പം അത് സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു ലൊക്കേഷൻ നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് നോക്കണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ കാശ് മുടക്കി കൊണ്ടുവച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇത് താഴെ ഇതിങ്ങനെ ഹാങ് ചെയ്തിടാനേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതിനുള്ളൊരു സെറ്റപ്പില്ല. എന്തെങ്കിലും നിങ്ങളൊരു സ്ക്രൂ ചെയ്ത് വെച്ചിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനലിലൊക്കെ ആണെങ്കിലും തൂക്കിയിട്ടിരുന്നാലും മതി, അതിൻ്റെ അടുത്ത് പ്ലഗൊക്കെ ഉണ്ടെങ്കിൽ. ഞാൻ ഈ പിച്ചും വേയും പറയുന്നതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, ഉറക്കപ്പിച്ച. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമോ എന്ന് പോലും എനിക്കറിയത്തില്ല. അത്രയ്ക്ക് മടിയുണ്ട് എനിക്ക്. മടിയെന്നല്ല, എനിക്കൊരു ചമ്മല. ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ ആൾക്കാരെന്ത് വിചാരിക്കും? സത്യം പറഞ്ഞാൽ ആൾക്കാരെന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കേണ്ട കാര്യം എനിക്കില്ല. എന്നാലും ഞാൻ അങ്ങനെ വിചാരിക്കും. പക്ഷേ സാരമില്ല കേട്ടോ. എന്നെ വിളിച്ചാൽ ചേച്ചിമാരൊക്കെ പറയും സൂര്യ വീഡിയോ ചെയ്യൂ, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ മോട്ടിവേറ്റഡ് ആവും. ആക്ച്വലി ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുറേ നാൾ ബെഡ് റെസ്റ്റും ഒക്കെ ആയിട്ടിരുന്നതുകൊണ്ട് ഒരു ഫ്ലോ കിട്ടുന്നില്ല. നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ അതിനൊരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ അതാണ് ഈ ടൈലറിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ പഠിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറന്നു പോകും. ചില ടെക്നിക്സൊക്കെ നമ്മൾ മറന്നു പോകും, ചില കാൽക്കുലേഷൻ നമ്മൾ മറന്നു പോകും, ചില നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള രീതികൾ മറന്നു പോകും. എനിക്കിപ്പം ശരീരം അങ്ങോട്ട് വഴങ്ങി കിട്ടും. നമ്മൾ ചെയ്ത് വരുമ്പോൾ മാറിക്കോളും. ആ ഒരു തുടക്കത്തിൽ സ്റ്റാർട്ടിങ് ട്രബിളില്ലേ, അതുണ്ട്. കണ്ട ഞാൻ പറഞ്ഞില്ലേ, ഇതിനൊരു കീറലുണ്ട്. കാണാൻ പറ്റുന്നല്ല, ഇതിനകത്തൊരു കീറലുണ്ട്. അതാണ് ഇവന്മാരെ സൂക്ഷിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ പീസായിട്ട് വന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പം 4 വർഷം കഴിഞ്ഞ് എനിക്കിനകത്തൊന്നും പരാതിയൊന്നും പറയാൻ പോകാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനെ റണ്ണിങ് മെറ്റീരിയൽ നമ്മൾ ബൾക്കായിട്ടൊക്കെ മേടിക്കുമ്പോഴത്തേനുണ്ടല്ലോ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാര്യം ഇച്ചിരി ഒന്നാമത്തെ കാര്യം, വലിയ ഇൻവെസ്റ്റ്മെൻറ്റിലൊന്നും അല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. ഭയങ്കര ബിഗിനറായിട്ട് നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടി പൈസയൊന്നുമില്ല. അപ്പം എത്രയോ മീറ്റർ നമ്മൾ മുറിച്ച് വരുമ്പോഴത്തേനും ഇതിൻ്റെ ഇടയിൽ കറക്റ്റ് ഇങ്ങനൊരു ഇങ്ങനൊരു പ്രശ്നമൊക്കെ വരുമ്പോഴത്തേനും ചിലതിനകത്ത് കറയായിരിക്കും, ചിലതിനകത്ത് ഇതുപോലെ വെട്ടും കീറലും കുത്തുമൊക്കെ ആയിരിക്കും, ചിലതിനകത്ത് ഹോൾസ് പോലെയൊക്കെ വരും. ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും. അതൊക്കെ പിന്നെ ബിറ്റിലൊക്കെ ആക്കാനേ പറ്റുള്ളൂ. ഈ റണ്ണിങ് മെറ്റീരിയലൊക്കെ കിട്ടുന്ന ഷോപ്പുകളുണ്ട്, റണ്ണിങ് മെറ്റീരിയൽ മാത്രം കിട്ടുന്ന ഷോപ്പുകൾ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് കോട്ടയത്ത് നർമ്മദ, മംഗല്യ, പിന്നെ അങ്ങനെ കുറച്ച് ഡിസൈൻസ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ഇപ്പോൾ പരാഗ് ഒരുവിധം എല്ലായിടത്തും ഉണ്ടല്ലോ. പരാഗ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കടകളിൽ റണ്ണിങ് മെറ്റീരിയൽസ് മുറിച്ച് കൊടുക്കുന്നിടത്ത് ഇവർ ബിറ്റ് സെയിൽ ചെയ്യും. ബിറ്റ് എന്ന് പറഞ്ഞാൽ
ബാക്കി വരുന്ന പീസുകളായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, ഇതുപോലെ കീറലും കറകളും ഒക്കെ ഉള്ള പീസുകൾ ഒരു ബിറ്റിൽ സെയിൽ ചെയ്യും. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഓഫറിന്, അതായത് ഒരു മീറ്ററിന് ഒരു 200 രൂപ വരുന്ന ഒരു മെറ്റീരിയലാണെന്ന് വെച്ചോ, അത് നമുക്ക് ചിലപ്പം 100 രൂപയിലും താഴെ ചിലപ്പോൾ കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യമുണ്ട്, മനസ്സിലായില്ല? അതിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഡാമേജ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടാമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ അറിയാൻ മേലാത്തൊരു മേടിക്കുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബ്ലൗസിന് 1 മീറ്റർ തുണി അത് നമുക്ക് ബിറ്റിന് കിട്ടി, അതിൻ്റെ ഒത്ത നടുക്ക് ഒരു ഹോൾ ഉണ്ടെങ്കിൽ ബ്ലൗസ് തയ്ക്കാൻ നേരത്ത് നല്ലോണം നമ്മൾ സ്ട്രഗിൾ ചെയ്യും. നമ്മൾ സ്ലീവൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേനും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെട്ടി, ഇപ്പോൾ 3/4 സ്ലീവൊക്കെ, അല്ല 3/4 അല്ല, ഒരു എൽബോ സ്ലീവൊക്കെ വെക്കണമെങ്കിൽ പോലും ഭയങ്കരമായിട്ട് പാടുപെടും. ഞാൻ ഇത്രയും പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്രയും പറയത്തില്ല. ഇത് നമുക്ക് കസ്റ്റമറിനെ ചീത്ത പറയാൻ പറ്റത്തില്ല, അല്ല ചീത്തയെന്നല്ല, കസ്റ്റമറിനോട് അവർ തെറ്റ് പറയാൻ പറ്റില്ല. അവർ ചിലപ്പോൾ അത് തുറന്ന് നോക്കണമെന്നില്ല. ഇവരിതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് മേളിൽ 1 മീറ്റർ ഒറിജിനൽ പ്രൈസ് ഇത്ര, ഓഫർ പ്രൈസ് ഇത്ര എന്നും പറഞ്ഞ് എഴുതി വെക്കും. അതുപോലെ തന്നെ ചില സെയിലൊക്കെ നടക്കുമല്ലോ, ചില സെയിലൊക്കെ നടക്കുന്ന സമയത്ത് ഈ ചില ചുരിദാർ സെറ്റുകൾ, പാൻറ്റ്, ടോപ്പ്, ദുപ്പട്ട വരുന്ന സെറ്റുകളുണ്ടല്ലോ, ഈ സെറ്റ് ഇവർ ഓഫറിനിടും. അപ്പം നമ്മൾ ഈ പുറമേ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല. അപ്പം നമ്മൾ ഈ പുറമേക്കുള്ള സംഭവമേ ഈശ്വരാ പേടിയാവുന്നു, മഴ പെയ്യുക. അപ്പോൾ അവർ ഈ ഓപ്പൺ ചെയ്യാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം കാണും. ഞാൻ കഴിവിൻ്റെ പരമാവധി എല്ലാവരും പറയും, അങ്ങനെയുള്ള സാധനം ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നുള്ളിടത്ത് മാത്രമേ മേടിക്കാവുള്ളൂ. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അതുപോലെ തന്നെ ഈ സെറ്റ് മേടിക്കുന്നതിനകത്ത് ടോപ്പിൻ്റെ മെറ്റീരിയൽ നല്ലതായിരിക്കും, കാണാൻ നല്ല ഭംഗിയായിരിക്കും, ചിലപ്പോൾ മെറ്റീരിയൽ നല്ലതായിരിക്കും, പക്ഷേ അതിൻ്റെ ബോട്ടം മഹാവധമായിരിക്കും. അതെത്രയാണെന്ന് പറഞ്ഞാലും മിക്കതിനകത്തും അങ്ങനെയാണ്. കോട്ടൻ്റെ വലിയ പ്രശ്നമില്ല. നമ്മൾ ഈ ജോർജറ്റിൻ്റെ ഒക്കെ തുണികൾ മേടിക്കുമല്ലോ, യോക്കിലൊക്കെ നല്ല വർക്കൊക്കെ ഉള്ള ത്രെഡ് എംബ്രോയ്ഡറിയും ബീഡ്സ് വർക്കും ഒക്കെ വരുന്നതൊക്കെ നോക്കി നമ്മൾ മേടിക്കും. പക്ഷേ പാൻറ്റ് വരുമ്പോഴത്തേക്കും മറ്റേ സാന്തൂണിൻ്റെ പാൻറ്റായിരിക്കും, അതും ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ സാന്തൂണായിരിക്കും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ തയ്ച്ചെല്ലാം കസ്റ്റമറിന് നഷ്ടമാണ്, നമുക്കും അതൊരു ബുദ്ധിമുട്ടാണ്, തയ്ക്കാനായിട്ടും ബുദ്ധിമുട്ടാണ്. അതനുസരിച്ച് നമ്മൾ റേറ്റ് പറയുമ്പോഴത്തേനും അത് കസ്റ്റമറിനൊരു ബുദ്ധിമുട്ടാണ് റേറ്റ്. പിന്നെ അത് ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ക്രോച്ച് ഏരിയ കീറിപ്പോവും. ആ ഒരു പ്രശ്നം ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനൊരു ഇഷ്യൂ ഉള്ള കാര്യം. അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ലൈനിങ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്താലും ഇതിൻ്റെ ആ കൃത്യ സ്റ്റിച്ച് വീഴുന്നതിൻ്റെ അവിടെ കൊണ്ട് ഇത് പിഞ്ചു. അങ്ങനെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഒരു തുണി തേച്ച് വരാനെടുക്കുന്ന സമയം. ഇത്രയും എടുത്തിട്ടില്ല, കുറച്ച് സ്പീഡിൽ ചെയ്യുവാണെങ്കിൽ കുറച്ച് തട്ടിട്ടു, എന്നാലും സമയം എടുക്കും. ഞാനൊക്കെ നല്ല സമയം എടുത്ത് ചെയ്തു. സത്യം പറഞ്ഞാൽ എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ മടിയായിപ്പോൾ. അതായത് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ പിള്ളേരൊക്കെ ആണെങ്കിലും എപ്പോഴേലും ഒച്ചപ്പാടും ഇതൊക്കെ ആണെങ്കിൽ എഡിറ്റ് ചെയ്തെല്ലാം ഡിലീറ്റ് ചെയ്ത് പാടാം. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് മാർക്കിംഗ് ഒക്കെ കാണാം കേട്ടോ. എൻ്റെ തന്നെ മെഷർമെൻറ്റാണ് ഞാനിത് ഇട്ടും കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടി സാധനമൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനൊരു വലിയ സ്ട്രൈറ്റ് സ്കെയിൽ എടുത്തിട്ടുണ്ട്, ഒരു കർവ് സ്കെയിൽ എടുത്തിട്ടുണ്ട്, ഫ്രഞ്ച് കർവ് സ്കെയിൽ എടുത്തിട്ടുണ്ട്, ടേപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ അളവുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ താഴെ 2 ഇഞ്ച് മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. മടക്കി അടിക്കാന്ന് പറഞ്ഞാൽ ഞാൻ സ്ലിറ്റ് ഇട്ടാണ് അടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച്. ഓക്കെ, ഇനി 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു നമ്മൾ ടോട്ടൽ ലെങ്ത്, പാൻറ്റിൻ്റെ ടോട്ടൽ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. 35 ഇഞ്ച്. ഇത് ജസ്റ്റ് ഒരു വരയായിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ 1.5 ഇഞ്ച് വീതിയുടെ ഇലാസ്റ്റിക്കാണ്. അപ്പോൾ 1.5യുടെ ബാൻഡാണ് ഞാൻ തയ്ച്ച് വെക്കാൻ പോകുന്നത്. ഓക്കെ, 1.5യുടെ ബാൻഡ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് 1.5 കുറച്ച് 1.5 താഴേക്കാക്കി ഒരു മാർക്കിങ് ചെയ്ത് കൊടുക്കാം. ഇനി അപ്പോൾ ഇത് ബാക്കിയായി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബാക്കിയാണല്ലോ. അപ്പോൾ ഈ ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള 1/2 ഇഞ്ച് മുകളിലാക്കി വരച്ചു കൊടുക്കാം. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. 35 ടോട്ടൽ ലെങ്ത്. 1.5 ഇഞ്ച് ഞാൻ ബാൻഡ് കൊടുക്കുന്നു. അപ്പോൾ ബാൻഡ് കൊടുക്കാനുള്ള അളവ് ഈ ടോട്ടൽ ലെങ്തിൽ നിന്ന് കുറയ്ക്കുന്നു. അത് വേറെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പകരം ഇവിടുത്തെ പീസും എന്നിട്ട് ആ ബാൻഡ് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള തയ്യൽ തുമ്പും അതും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. മനസ്സിലായല്ലോ അല്ലേ? അങ്ങനെ നോക്കുവാണെങ്കിൽ 35 ലെങ്ത് കൊടുക്കുന്ന അതിൽ നിന്ന്
1.5 ഇഞ്ച് കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് 33.5 കിട്ടുന്നു. 33.5യുടെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. 34 ഇഞ്ച് കണ്ടോ, നമ്മുടെ 34 ഇഞ്ച്. നിങ്ങളുടെ കയ്യിലുള്ള എലാസ്റ്റിക്കിൻ്റെ ഇതനുസരിച്ച് ആണ് കേട്ടോ. 34 ഇഞ്ച് അത് നമ്മൾ ഒരു ലൈൻ പോലെ കൊടുക്കണം. ഓക്കെ, ഇത് തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഉള്ളതാണ്, അത് മറക്കരുത്. അതേപോലെ മറക്കരുത്, നമ്മൾ ഫുൾ ലെങ്ത്തും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതും മറക്കരുത്. ഇനി നമുക്ക് ക്രോച്ചിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ക്രോച്ചിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മുടെ ഹിപ്പ്, ഏറ്റവും വണ്ണം വരുന്ന ഭാഗം, ഹിപ്പിൻ്റെ വണ്ണത്തെ 4 ഹരിക്കണം. ഇപ്പോൾ /4. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് നമ്മൾ ക്രോച്ചിൻ്റെ ലെങ്ത് ആക്കി കൊടുക്കേണ്ടത്. ഇൻ കേസ് നിങ്ങൾക്ക് അത് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു 1/2 ഇഞ്ചും കൂടെ നമുക്ക് വേണമെങ്കിൽ, ആക്ച്വലി അതിൻ്റെ പാറ്റേൺ മാറും. അതായത് ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പം എനിക്ക് എൻ്റെ ക്രോച്ചിൻ്റെ ലെങ്ത്, എൻ്റെ ഹിപ്പിൻ്റെ ലെങ്ത്, പക്ഷേ ഹിപ്പിൻ്റെ വണ്ണം 39 ഇഞ്ചാണ്. ഈ 39ൻ്റെ 4 എന്ന് പറയുമ്പോൾ 9.25. പലാസോ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അതിനേക്കാളും നമുക്ക് 2 ഇഞ്ച് 2.5 ഇഞ്ച് ഒക്കെ കൂട്ടി കൊടുക്കാം. അതുപോലെ തന്നെ നോർമൽ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതനുസരിച്ച് കൂട്ടി കൊടുക്കാം. അപ്പോൾ ആ ക്രോച്ചിൻ്റെ ലെങ്തിൽ വരുന്ന വ്യത്യാസത്തിനനുസരിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന പാൻറ്റിൻ്റെ മോഡൽസ് മാറും. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, ക്രോച്ച് കയറിപ്പോകാൻ പാടില്ല. അതായത് നമ്മുടെ ക്രോച്ചിൻ്റെ അവിടെ നിൽക്കേണ്ടത്, കയറിപ്പോയി കഴിഞ്ഞാൽ ക്രോച്ച് ഇവിടെ വന്ന് നിൽക്കും. പക്ഷേ വേസ്റ്റ് ഇവിടെ നിൽക്കേണ്ട ക്രോച്ച് കയറി വന്നാൽ ക്രോച്ച് ഓട്ടോമാറ്റിക്കലി ഇവിടെ അല്ലേ വന്ന് നിൽക്കുകയുള്ളൂ. അപ്പോൾ പാൻറ്റ് ഇവിടെ വന്ന് നിൽക്കും. മനസ്സിലായില്ലേ? ഇവിടെ കിടക്കേണ്ട പാൻറ്റ് ആണെങ്കിൽ അത് ഇവിടെ വന്ന് കിടക്കും. സ്വാഭാവികമായിട്ട് നമുക്ക് ഇടാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ക്രോച്ച് ഒത്തിരി സിഗരറ്റ് പാൻറ്റ് പോലെയുള്ള മോഡലിന് ക്രോച്ച് കൂടിപ്പോയാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം തുടിഞ്ഞ് കിടക്കും. അതുപോലെ തന്നെ ഭയങ്കര ചിലർക്ക് ഓക്കെ ആയിരിക്കും മാത്രമേ ലൂസൊക്കെ ആയിട്ട് കിടക്കുന്നത്, പക്ഷേ ചിലർക്ക് അതിഷ്ടമല്ല. അപ്പോൾ ഇത്രയും ഞാൻ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ക്രോച്ചിൻ്റെ കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞല്ലോ, 9.25 എന്നുള്ളത്. ഈ 9.25 എവിടെ പിടിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ടോട്ടൽ ലെങ്ത് മാർക്ക് ചെയ്തെടുത്ത് വേണം പിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, 9.25 ഞാനൊരു 10 മാർക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗം ഞാൻ പറയാം. നമ്മൾ ഒരു സീറ്റിലിരിക്കുക, ഒരു ചെയറിലിരിക്കുക. അപ്പോൾ നമുക്ക് ചെയറിൻ്റെ താഴ്ഭാഗത്തു നിന്ന് എവിടം വരെയാണ് നമ്മൾ പാൻറ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അവിടം വരേക്കും ഇങ്ങനെ പിടിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ക്രോച്ചിൻ്റെ ലെങ്ത് ശരിക്കും എത്രയാണ് വേണ്ടതെന്നുള്ളത്. നോക്കാം. എന്നിട്ട് ലൂസും കൂടെ കൊടുക്കണേ. സിഗരറ്റ് പാൻറ്റില്ലേ, നമ്മുടെ പക്ക ഓഫീസ് വെയർ പോലത്തെ പാൻറ്റ്, അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുട്ടിൻ്റെ ഇറക്കമൊക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇനി ഞാൻ ചെയ്യുന്നത്, ഇവിടെ ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ക്രോച്ചിൻ്റെ വിട്ടിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഒരു 3/4 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റി ഒരു മാർക്കിംഗ് കൊടുത്തു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോച്ചിൻ്റെ വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ക്രോച്ചിൻ്റെ വിട്ട് കണ്ടുപിടിക്കേണ്ടത് ഹിപ്പ് /3 ചെയ്യണം. അപ്പം നമുക്ക് 13 കിട്ടും. ഞാൻ നേരത്തെ ഒക്കെ ചെയ്തിട്ടുള്ള കാരണം 13. ഈ മാർക്കിങ് നമ്മൾ ഓക്കെ 13 ഇവിടെ മാർക്ക് ചെയ്തില്ലേ. എന്നിട്ട് ഇവിടെ ഇങ്ങോട്ടേക്കുണ്ടല്ലോ 1.5 ഇഞ്ച് ഉള്ളിലേക്കാക്കി മാർക്ക് ചെയ്ത് കൊടുക്കണേ. അത് പറയാം എന്തിനാണെന്നുള്ളത്. എന്നിട്ട് ഈ 13 എന്നുള്ള എന്നിട്ട് ഈ മാർക്കിങ്ങില്ലേ, ഈ 1.5 ഇഞ്ച് ഉള്ളിലേക്കാക്കി ഇടാം. അവിടെ തൊട്ട് ഇവിടം വരെ എത്രയാണ്, ഒരു 12.5 വരുന്നുണ്ട്. ഇത് നമുക്ക് ഇങ്ങോട്ടേക്കും ആക്കി കൊടുക്കണം. എൻ്റെ കയ്യിലൊരു L സ്കെയിൽ ഉണ്ടായിരുന്നു. ഭയങ്കര ഈസി ആയിരുന്നു ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ മകൻ അത് തല്ലി പൊട്ടിച്ചു, ക്രിക്കറ്റ് കളിച്ചു. എനിവേസ് അതുപോട്ടെ, ഇനി പോകുമ്പോൾ മേടിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 13 ഇഞ്ച് ഇവിടം വരേക്കുള്ളതിൻ്റെ പകുതി കണ്ടുപിടിക്കണം. 13.25 13.25 എന്ന് പറയുമ്പോഴത്തേനും എത്ര വരും? 13ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര? 7.5 അല്ല 6.5. 6 6 12 1/2 13. 3/4ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 4 ഇഞ്ച് ഒരു പോയിൻറ്റ് ഇവിടെ വരും. ഇത് ജസ്റ്റ് സെൻറ്റർ മാത്രം കണ്ടുപിടിക്കാനായിട്ട് ഏകദേശം ഒരു 7 ഇഞ്ച് എന്നുള്ള പോലെ പിടിക്കുക. എന്തിനാ ഈ 3/4 വെച്ച് കളിക്കുന്നല്ലേ? 14 അങ്ങോട്ട് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചില ഉടായ്പൊക്കെ കാണിക്കാം കേട്ടോ. പോയിൻ്റ് വ്യത്യാസത്തിലൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. എന്നിട്ട് ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ വേണേൽ വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഡോട്ട് 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 അങ്ങനെ കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
സത്യം പറഞ്ഞാൽ പാൻറ്റ് തയ്ക്കുന്നത് ഭയങ്കര എളുപ്പം കേട്ടോ. ഓപ്പൺ, കാലിൻ്റെ ഓപ്പൺ അത് എത്രയാണെന്നുള്ളത് നോക്കണം. എൻ്റെ കേസിൽ അത് 13 ഇഞ്ചാണ്. ആ 13 ഇഞ്ചിൻ്റെ 4/1, 13ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 6.5, 6.5യുടെ പകുതി എന്ന് പറയുമ്പോൾ 3.25. അപ്പോൾ ഈ സെൻറ്റർ ഉണ്ടല്ലോ, ഈ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് 3.25 ഇപ്പുറത്തേക്കും 3.25 ഇപ്പുറത്തേക്കും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ആക്ച്വലി നമ്മൾ മുട്ടിൻ്റെ മാർക്കിങ് കൂടെ ചെയ്യണം, ഞാനത് മറന്നു. മുട്ടിൻ്റെ മാർക്കിങ്ങും കൊടുക്കണം. എന്താണ് മറന്നു പോയത്? ഇതാണ് പറഞ്ഞത്, ടച്ച് വിട്ടുപോയാൽ എല്ലാം പോയി. മുട്ടിൻ്റെ ഇറക്കം 19-20 വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 20 കൊടുക്കുവാണേ. എന്താണെന്ന് വെച്ചാൽ ഈ 3/4 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് ഇവിടെ വിട്ടില്ലേ, ഇവിടെ നിന്ന് ഈ ഓപ്പൺ വന്നില്ലേ, ഇവിടേക്ക് ഈ ടേപ്പിനെ ഒന്ന് ഇങ്ങനെ പിടിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ മുട്ടിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തില്ലേ, അവിടെ ഈ ടേപ്പ് വന്ന് നിൽക്കുന്നിടത്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 1/2 ഇഞ്ചൊക്കെ ഉള്ളിലേക്കാക്കിയിട്ട്, ഇതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് ഒരു മാർക്കിങ്. അപ്പോൾ ഇനി ഇത് എത്ര ഉണ്ടെന്ന് നോക്കണം. ഈ സെൻറ്ററിൽ നിന്ന് ഇത് എത്ര ഉണ്ട്? 4.5 ഉണ്ട്. ആ 4.5 നമ്മൾ ഇപ്പുറത്തേക്കും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ഭയങ്കര എളുപ്പമാണ്. ഈ സ്കെയിൽ എടുക്കുക, കർവ് സ്കെയിൽ എടുക്കുക. എന്നിട്ട് ഈ ഉള്ളിലേക്കാക്കിയതും ഈ ഓപ്പണും തമ്മിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങ് കൊടുത്തു. എന്നിട്ട് ഇപ്പുറത്തും ഈ ഷേപ്പ് കൊടുത്തു. അപ്പോൾ ചിലരെന്നോട് ചോദിച്ചു, ഞാനിവിടെ ഇങ്ങനെ കുറച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പം എന്തിനാണ് അങ്ങനെ എന്നൊക്കെ ചോദിച്ചത്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാവേ. എനിവേസ്, അപ്പോൾ ഇത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ക്രോച്ചിൻ്റെ വിട്ട് മാർക്ക് ചെയ്തെടുത്തു നിന്ന് ഈ മുട്ടിൻ്റെ അങ്ങോട്ടേക്ക് ഈ സ്കെയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഷേപ്പും ഇങ്ങനെ ഒരു ഈവനായിട്ട് വരുന്ന പോലെ തോന്നുന്ന ഇവിടെ വരയ്ക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്താ തീരെ അങ്ങ് ഒരു മൈൽഡായിട്ടൊക്കെ നമുക്ക് കൈകൊണ്ട് ഷേപ്പ് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഭാഗത്ത് ഈ കർവ് വരുന്ന ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഷേപ്പ് എങ്ങനെയാണോ വരുന്നത് അതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ വരുന്നത് ഈ ഭാഗമില്ല, ക്രോച്ചിൻ്റെ ഈ ഭാഗത്ത് ഈ സ്കെയിലിന് ഇങ്ങനെ വെച്ച് കൊടുത്ത്, അത് ഒരുപാട് ഇങ്ങനെ ആയി പോരുത്. അതായത് ഒരുപാട് ചിലരിങ്ങനെ എടുക്കും, ഭയങ്കര വലിപ്പത്തിലെടുക്കും. ചിലർ ഭയങ്കര ഉള്ളിലേക്കാക്കി എടുക്കും. ഒത്തിരി ഒന്നും കുഴിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒരു അല്ല. അത് ഈ സ്കെയിലുണ്ടെങ്കിൽ ഇതൊക്കെ ഈസിയാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കും ഫ്രണ്ടും ഈ സൈഡിൽ നമുക്കിനി വ്യത്യാസമൊന്നും വരുത്തണ്ട. ക്രോച്ചിൻ്റെ ഈ ഭാഗം കൊണ്ടാണ് നമുക്ക് ഫ്രണ്ടും ബാക്കും തമ്മിൽ വ്യത്യാസം കൊടുക്കേണ്ടത്. അപ്പം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അളവില്ലേ, ഈ ഷേപ്പിൻ്റെ അളവ്, ഇത് നമ്മൾ ആദ്യം ഒന്ന് അളന്ന് നോക്കണം. നോക്കട്ടെ. ഇത് മൊത്തത്തിലൊരു 25-3/4 വരുന്നുണ്ടേ. അപ്പം ചില ആൾക്കാർ എന്താ പറയുക, ഇവിടെ ഹിപ്പിൻ്റെ അവിടെ കുറച്ച് ലൂസ് ഇട്ടോ അല്ലെങ്കിൽ സ്പേസ് വേണം എന്ന് പറയുന്നവർക്ക് നമ്മൾ ഇവിടെ 2.5 ഇഞ്ച് 3 ഇഞ്ചൊക്കെ കൊടുക്കാം. പക്ഷേ അത്രയൊന്നും ലൂസ് വേണ്ട എന്നുള്ളവർക്ക് സാധാരണഗതിയിൽ നമുക്കൊരു 2 ഇഞ്ച് ഇങ്ങോട്ടേക്ക്, ഇത് ഞാൻ ബാക്ക് പീസാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ, 2 ഇഞ്ച് ഇങ്ങോട്ടേക്കാക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിനകത്തൊരു ചെറിയ കാര്യം ശ്രദ്ധിക്കാനുണ്ട്, ഞാൻ പറയാം. അപ്പോൾ ഇവിടെ 2 ഇഞ്ച് കൊടുത്തു, ഇവിടെ ഞാൻ മുട്ടിൻ്റെ ഇവിടേക്ക് 1.5 ഇഞ്ച് കൊടുത്തു, പിന്നെ ഓപ്പൺ വരുന്നിടത്തേക്ക് ഞാനൊരു 1 ഇഞ്ച് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഷേപ്പിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടുന്ന് നമ്മൾ അളവെടുത്തല്ലോ 25-3/4. ഈ 25-3/4 ഈ താഴേന്ന് നമ്മൾ പിടിക്കണം, ഇവിടെ വരുന്ന പോലെ വേണം പിടിക്കാൻ. ഇവിടെ 25-3/4 കറക്റ്റ് ഇവിടെ തന്നെയാണ് വന്നിട്ടുള്ളത്. എവിടെ? ഈ ലൈനിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചില കേസിൽ ഞാൻ പറഞ്ഞ പോലെ ചിലരുടെ വണ്ണം നമ്മളിങ്ങനെ ആഡ് ചെയ്തല്ലോ, ഇവിടെ 2 ഇഞ്ചിന് പകരം ഇവിടെ ഞാൻ 2 ഇഞ്ച് കൊടുത്തു. ഈ 2 ഇഞ്ചിന് പകരം 3 ഇഞ്ച് കൊടുക്കുവാണെങ്കിൽ
ഈ അളവ് വ്യത്യാസം വരും. അല്ലെ 2 അല്ലെങ്കിൽ 2.5 മാർക്ക് ചെയ്യുമ്പോഴത്തേന് ഈ അളവിൽ വ്യത്യാസം വരും. നമ്മളിങ്ങനെ ഇവിടെ എക്സ്ട്രാ കൊടുക്കുന്ന മെറ്റീരിയൽ അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഫസ്റ്റത്തെ ഈ പീസിൽ ക്രോച്ചിൻ്റെ ഈ ഏരിയയിലുള്ള അളവിനെ അളന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഇവിടെയും അത് മാച്ച് ചെയ്യിക്കണം. ഈ അളവും ഇവിടെ മാച്ച് ചെയ്യണം. അങ്ങനെ മാച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും ഒരിടം കയറിയും ഒരിടം ഇറങ്ങിയിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, അതായത് സാധാരണഗതിയിൽ നമ്മളിവിടെ ഒരു 1/4 ഇഞ്ച് താത്തി ഒരു മാർക്കിങ് ചെയ്ത് കൊടുത്തിട്ട് കുഴിച്ച് വെട്ടാനല്ല, ഒരു ബാക്ക് പീസ് ഇങ്ങോട്ടേക്ക് ഒരു 1/4 ഇഞ്ച് താത്തി ഇറക്കി ഈ സെയിം പ്രോസസ്സ് കർവൊക്കെ ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും യൂഷ്വലി നമുക്ക് ആ പ്രശ്നം വരാറില്ല. പക്ഷേ കോട്ടൺ പോലുള്ള മെറ്റീരിയൽ ഈ മെഷർമെൻറ്റ് ഭയങ്കര ആക്യുറേറ്റ് ആയിരിക്കും, ഭയങ്കര കൃത്യമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ടും അളന്ന് നോക്കണം. സത്യം പറഞ്ഞാൽ കിളി പോയ പോലെയാണ്. ഇപ്പം ഇതാണ് വെളുപ്പിന് ഇരുന്നിട്ടുള്ള എൻ്റെ മെയിൻ പ്രശ്നം. ഓക്കെ, അതെന്തല്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അളവെടുത്തപ്പോൾ സെയിം ടു സെയിം ആണ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ 2 ഇഞ്ചിന് പകരം ഒരു 2.5 കൊടുത്തെന്ന് വിചാരിക്കും. ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റി ഞാൻ മാർക്ക് ചെയ്ത്, എന്നിട്ട് വേറെ ഒന്നും മാറ്റുന്നില്ല. ഇവിടുത്തെ ഒന്ന് മാറ്റി ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചോ. 2:25 മറ്റേത്. ഇതും അതുപോലെ തന്നെ കിട്ടുന്നുണ്ടോ നോക്കാം. കണ്ടോ, ഇവിടെ 25.25 എന്ന് പറയുമ്പോൾ ഒരു പൊടിക്ക് ഇങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്, ഒരു 1/4 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്ത് തന്നെ കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മെഷർമെൻറ്റ് കൃത്യം കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് വരയ്ക്കേണ്ടത് ഈ ബാക്കത്തെ ഈ ഫസ്റ്റത്തെ ക്രോച്ച് ഷേപ്പ് മാർക്ക് ചെയ്തിടാം. ഈ പോയിൻ്റ് ഇത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് കുറച്ച് മുകളിലേക്കേ മാർക്ക് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഇതിൻ്റെ ഇവിടെ നിന്ന് ഷേപ്പ് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് ഇതാണല്ലോ നമ്മൾ നേരത്തെ വരച്ച 34 ഇഞ്ചിൻ്റെ ലൈന്. ഇവിടെ നിന്ന് ബാക്ക് പീസിൽ മാത്രം ഒരു 2 ഇഞ്ചോ 2.5 ഇഞ്ചോ മേലേക്ക് കൂട്ടി വെച്ച് വരച്ചു കൊടുക്കണം. ഞാനിവിടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഹിപ്പിൻ്റെ ഇവിടെ മാർക്ക് ചെയ്തല്ലോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ലൈനിനെ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാർക്കിങ് സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ ചെരിച്ച് മാർക്ക് ചെയ്ത്, അതായത് 2 ഇഞ്ച് തയ്യൽ തുമ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതിങ്ങനെ ചെരിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തയ്ക്കുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. കട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ബാക്ക് പീസിനെ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഈ സൈഡ് രണ്ടും കുഴപ്പമില്ല, ഫ്രണ്ടും ബാക്കും ഒരുപോലെയൊക്കെ ആയാലും കുഴപ്പമില്ല. ഇങ്ങോട്ടേക്കുള്ളത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ തുണി വെട്ടുന്ന സമയത്തൊരു വല്ലാത്ത സാറ്റിസ്ഫാക്ഷനാണ് ആ ഒച്ച കേൾക്കാൻ. ഇത് ഫ്രണ്ടും ബാക്കും ഒരേപോലെ വെട്ടി മാറ്റിക്കൊള്ളാൻ കുഴപ്പമില്ല. നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ആദ്യം ഇപ്പോൾ ഫ്രണ്ട് മാർക്ക് ചെയ്ത് ഫ്രണ്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അത് വെച്ച് ബാക്ക് വരച്ചിട്ട് ഫ്രണ്ടിലത്തെ പീസ് എടുത്ത് മാറ്റിയിട്ട് ബാക്ക് കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് കൺഫ്യൂഷനൊക്കെ വരും. അപ്പോൾ ഇവിടെ ഞാൻ മടക്കിയിട്ടപ്പോൾ കണ്ടോണേ, ചെറുതായിട്ടൊരു ക്ലോത്ത് പണി തന്നിട്ടുണ്ട്, ഏറ്റിറക്കമുണ്ട് ക്ലോത്തിനകത്ത്. അതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരത്തെ നോക്കാം. അത്രയൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഇനി ഇവിടുന്ന് ഇതാദ്യമേ എന്നാൽ ഒരേപോലെ ആക്കിയിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് താഴത്തെ വശം അപ്പം 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തപ്പം ഒരു 1.5 ഇഞ്ചായിപ്പോയി, കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മൾ 2 പീസ് എടുക്കണം. പോട്ട് 2 പീസ്, അതായത് ഫ്രണ്ടിലേക്കുള്ള 2 പീസും ബാക്കിലേക്കുള്ള 2 പീസും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് വേണം ഇനി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിനി ഈ ഭാഗം ഇത് വെട്ടി മാറ്റണം കേട്ടോ. ഓൾറെഡി ഞാനിത് ശരിക്കും പറഞ്ഞാൽ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇനി വേണ്ടത്
1.5 ഇഞ്ചിൻ്റെ ബാൻഡാണ്. അതെന്തോരം വേണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്കിവിടെ ഇത്രയും ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻറ്റുമായിട്ട് തയ്യൽ തുമ്പ് മാറും. അപ്പോൾ അത് പോയിട്ട് ഇത്രയും നമുക്കൊന്ന് അളന്ന് നോക്കാവേ. ഇവിടെ നോക്കുവാണെങ്കിൽ 11 22. പിന്നെ മേളത്തെ നോക്കുവാണെങ്കിൽ ഒരു 34.25, 37.5, 47.5 ഫുള്ള് റൗണ്ട് വരുന്ന പോലെ 1.5 ഇഞ്ച് വീതി കിട്ടണം. 1.5 ഇഞ്ച് വീതി കിട്ടണമെങ്കിൽ 1.5, 3, ഒരു 5 ഇഞ്ച് വിട്ടിലും 47.5 ഇഞ്ച് നീളത്തിലും വേണം പീസ് എടുക്കാൻ വേണ്ടിയിട്ട്. 5 ഇഞ്ച് എടുക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്നാലും നമുക്ക് ഈസി ആയിട്ടിത് എന്താ പറയുക, ഈസി ആയിട്ട് എലാസ്റ്റിക് കയറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ 1/2 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മടക്കി വെക്കുമ്പോഴത്തേന് സെറ്റ് ആവാതെ വരും. ഈ പീസ് തൽക്കാലത്തേക്ക് മടക്കി നമുക്ക് മാറ്റി വെക്കാം. പിന്നില്ലേ, അത് ആദ്യമേ പറയേണ്ടതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് ഇങ്ങനെയൊന്നും കാണാൻ വലിയ താല്പര്യമില്ലായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ ദൈവത്തെ ഓർത്ത് കാണുമ്പോഴേ അറിയാമല്ലോ ഇത്രയും ലോങ് ആയിരിക്കും എന്നുള്ളത്. ആ ഒരു എക്സ്പെക്റ്റേഷനിൽ നിങ്ങൾ വീഡിയോ കാണരുത്. കണ്ടിട്ട് താഴെ വന്ന് വീഡിയോ ലോങ് ആയിപ്പോയി, അല്ലെ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അങ്ങനെയൊന്നും പറയരുത്. ഫുള്ള് മൂഡ് പോകും. അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഞാനിത് അപ്ലോഡ് ചെയ്യുമോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. ഇതെൻ്റെ ഇപ്പോൾ എന്നെ ഒരാൾ കാണുന്നുണ്ട് എന്നുള്ള ഒരു ധൈര്യം, അത്രേ ഉള്ളൂ. ഈ സംഭവമൊക്കെ ഉണ്ടല്ലോ, എഡിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഫോണിൽ എന്തോരം സ്റ്റോറേജ് വേണമെന്നറിയോ. എത്ര വീഡിയോസ് ചിലപ്പോൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ കുത്തിരുന്നെടുക്കുവേ, എന്നിട്ട് അത് ഡിലീറ്റ് ആക്കും. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? പോക്കറ്റ് ഇല്ലാതെ എനിക്കൊരു പോരാത്തതിന് അതൊരു സ്ലിപ്പ് ടോപ്പാണ്. അപ്പോൾ പോക്കറ്റ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. പോക്കറ്റിന് പറ്റിയ പീസുകൾ എൻ്റെ കയ്യിലുണ്ടല്ലോ. പോക്കറ്റിൻ്റെ ഒരു PDF പാറ്റേൺ ഉണ്ട്. കുറേ പേർക്കൊക്കെ ഞാനത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുണ്ട്, പക്ഷേ അവിടെ മാറ്റി വെച്ചിരിക്കുന്ന ആ അലമാരിയിലായതുകൊണ്ട് ഞാനിപ്പോൾ അത് തുറക്കാൻ പോയാൽ ഇവിടെ കിടക്കുന്ന 3-ൽ ഒരാളെങ്കിലും എണീക്കും. സത്യമാണ്, ഇത്രയും വർത്തമാനം പറയുമ്പോൾ ആരെങ്കിലും ഒരാൾ എണീറ്റ് വരുന്നതാണ് ഞാൻ വിചാരിച്ചത്. അത്രയും ഉണ്ടായില്ല. പോക്കറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് അധികം വിശദമായിട്ട് പറയുന്നില്ല. എന്നാലും അപ്പോൾ നമുക്ക് 2-4 പീസ് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഇവിടെ മാറ്റി വെക്കാം. മെയിൻ പീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ മെയിൻ പീസ് റെഡി, പോക്കറ്റ് റെഡി, വേസ്റ്റ് ബാൻഡ് റെഡി. തയ്ക്കാം. വാ.